നിന്റെ അടിമയായി കഴിയുന്ന എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നീ തന്നല്ലോ കറുപ്പാ. എന്തിനാ കറുപ്പ എന്നോട് നീ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എന്തിനാ കറുപ്പ? നന്ദിനി, നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് നിന്നെ രക്ഷിക്കാനായില്ലല്ലോ നന്ദിനി. ഞാൻ നന്ദിനിയല്ല, ഗംഗയാ. നന്ദിനി എന്റെ ചേച്ചിയാണെന്ന് അറിയാതെ ഞാൻ നന്ദിനെ കൊല്ലാൻ വേണ്ടിയാ വന്നത്. എന്നാ അച്ഛൻ വിശ്വസിക്കുന്ന കറുപ്പൻ എന്നെ അതിനെ അനുവദിച്ചില്ല. നന്ദിനിയെ സംരക്ഷിക്കേണ്ട ഞാൻ തന്നെ കൊല്ലാൻ ശ്രമിച്ച പാപത്തിന് കറുപ്പൻ എനിക്ക് തന്ന ശിക്ഷയാണിത് അച്ഛൻ. നന്ദിനി എന്റെ ചേച്ചിയാണെന്ന് അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാത്ത പാപിയായ ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ അറിയല്ല. ഇല്ല മോളെ, ഇല്ല, ഒന്നുമില്ല. അന്നത്തെ അവസ്ഥയിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാ. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോളെ. ഞാൻ എന്റെ അച്ഛനെയും ചേച്ചിയും വിശ്വസിക്കാതിരുന്നതും എതിർത്തതും തെറ്റാ. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചില്ലേ? അതിന് ഞാൻ ജീവനോടെ ഇരിക്കരുത്. നീ മരിക്കാൻ പാടില്ല. മരിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എന്നെ കുറിച്ച് ആലോചിച്ച് അച്ഛൻ വിഷമിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും നന്നായിരിക്കണം അച്ഛ. ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാനച്ഛ. ഞങ്ങൾ വിട്ട് നിനക്ക് പോകാനാവില്ല. എന്റെ കറുപ്പൻ നിന്നെ പോകാൻ അനുവദിക്കില്ല മോളെ. കറുപ്പാ, നിനക്ക് സത്യം കാണിച്ചു തന്ന കറുപ്പൻ നിന്റെ ജീവനും തിരിച്ചു തരും മോളെ. ഞാനിപ്പോ തന്നെ കറുപ്പനെ വിളിക്കും. കറുപ്പൻ നമ്മളെ കാത്തു രക്ഷിക്കും മോളെ. കറുപ്പാ, ഗംഗയുടെ ജീവൻ രക്ഷിക്കാനുള്ള കാലചക്രം നന്ദിനിയുടെ കയ്യിലാവുള്ളത്. നീ നിന്റെ ത്രിനേത്ര ശക്തി കൊണ്ട് ഗംഗയുടെ അവസ്ഥ നന്ദിനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്ക്. നന്ദിനിയെ തിരികെ വിളിച്ച് ഗംഗയെ കാത്തുരക്ഷിക്കന്റെ കറുപ്പാ. കാവലാളാകന്റെ കറുപ്പാ. ഗംഗയുടെ ജീവൻ ആപത്തിലാണ്. ഉടനെ എനിക്ക് അവിടെ എത്തണം. ചേച്ചി, നമ്മള് തമ്മിലുള്ള ബന്ധം അറിയാതെ ചേച്ചി കഷ്ടപ്പെടുത്തിയതില് എനിക്ക് മാപ്പ് തരണം ചേച്ചി. നീ സത്യമെല്ലാം മനസ്സിലാക്കിയല്ലോ. എനിക്കിപ്പോ സന്തോഷായി. ഗംഗ താഴെ വീണപ്പോൾ കുത്തുവിളക്ക് തറഞ്ഞു കയറി. നിന്റെ കയ്യിലിരിക്കുന്ന കാലചക്രം കൊണ്ട് ഗംഗയെ രക്ഷിക്കുമോളെ. ശരി, ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്യാച്ചാ.
സ്വരൂപ. ആ ഫോട്ടോ എടുക്ക്. അതെന്തിനാ എടുക്കുന്നത്? കാരണമില്ലാതെ ഞാൻ പറയില്ലല്ലോ. ആദ്യം ആ ഫോട്ടോ എടുക്ക്. അത് തിരിക്ക്. എന്താ ഇത്? തിരിക്കുക, അപ്പൊ അറിയാം. വാ. ആദ്യമായിട്ടാണ് ഞാനിവിടെ ഇങ്ങനൊരു രഹസ്യമുള്ള വിവരം അറിയുന്നത്. ഇതെന്തിനു വേണ്ടിയാ? ഇത് കാലചക്രം കാത്തു സൂക്ഷിക്കാൻ രാജശേഖരൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ഈ ദേവി വിഗ്രഹത്തിന് താഴെയാണ് രാജശേഖരൻ കാലചക്രം സൂക്ഷിച്ചിരുന്നത്. ഒരു ദിവസം പോലും മുടങ്ങാതെ അതിന് പൂജയും ചെയ്തിരുന്നു. ആ കാലചക്രം കൊണ്ടുണ്ടായതല്ലേ ഈ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം. അമ്മയുടെ സന്നിധിയിൽ നിന്ന് എടുത്തതുകൊണ്ടല്ലേ എൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ കാലചക്രത്തിന്റെ കാര്യം മാത്രം എന്നോട് പറയണ്ട. കാലചക്രത്തിന്റെ മഹത്വം അറിയാതെയാണ് നീ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കാലചക്രങ്ങൾക്ക് എത്ര തന്നെ ശക്തിയുണ്ടെങ്കിലും അത് കാട്ടമ്മയുടെ സ്വത്താണ്. അമ്മയുടെ സ്വത്ത് അപഹരിക്കുന്നത് മഹാപാപം തന്നെയാ. അമ്മയുടെ കാര്യത്തിൽ തെറ്റ് സംഭവിച്ച അതിന്റെ ശിക്ഷ എന്താണെന്ന് എന്റെ അച്ഛൻ ജീവൻ നഷ്ടപ്പെടുത്തി എനിക്ക് കാണിച്ചു തന്നു. കാലചക്രങ്ങൾ സ്വന്തമാക്കി വരുന്നു ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. അങ്ങനെയുള്ള കാലചക്രത്തിന്റെ മഹത്വം അറിഞ്ഞിട്ട് എനിക്ക് എന്താവാനാ? നീ കാലചക്രത്തെപ്പറ്റി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. എനിക്ക് കാലചക്രത്തെക്കുറിച്ച് ഒന്നും അറിയണ്ട. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്ന് പോയി തരാൻ പറ്റുമോ മാധവി? ഞാൻ പോയാലേ നിനക്ക് സമാധാനമുള്ളെന്ന് നീ എന്നോട് പറഞ്ഞതിന് ശേഷം ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാനിവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചതുകൊണ്ടാണ് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ രഹസ്യങ്ങളൊക്കെ നിന്നെ അറിയിക്കാനായി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ അച്ഛൻ കാട്ടമ്മയുടെ ക്ഷേത്രത്തിൽ ചെയ്ത തെറ്റ് എന്നോട് പറയാതെ മറച്ചു വെച്ചതുകൊണ്ടാ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തത്. അച്ഛന്റെ ജീവൻ നഷ്ടപ്പെട്ട ശേഷം ഈ രഹസ്യം മറിഞ്ഞു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? രഹസ്യമായിട്ട് തന്നെ ഇരുന്നോട്ടെ. എനിക്കതറിയാൻ താല്പര്യമില്ല. നീ ഇപ്പൊ അറിയേണ്ടത് ആ രഹസ്യം മാത്രമല്ല അരുൺ, നിന്റെ അച്ഛന് നിന്നോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ കാര്യം കൂടിയാ. എന്റെ അച്ഛൻ എന്നോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. ഇത് എന്നിൽ നിന്ന് മാത്രമേ നിനക്ക് അറിയാൻ കഴിയൂ. കാരണം ഇത് നീ കണ്ടിട്ട് വിശ്വസിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എന്താ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? നീ ഈ ദേവി വിഗ്രഹം ഒന്ന് തിരിക്ക്. ഞാൻ നിന്നോട് അവസാനമായി ആവശ്യപ്പെടുന്ന കാര്യം ഇതായിരിക്കും. ഇതിനുശേഷം ഞാൻ നിന്നോട് മറ്റൊരു ജോലിയും ചെയ്യാൻ പറയില്ല. മറുത്തൊന്നും പറയാതെ നീ ഈ വിഗ്രഹം ഒന്ന് തിരിക്ക്. നല്ല ശക്തിയോടെ തിരിക്ക്.
ഈ പെട്ടികളൊക്കെ ഒന്ന് തുറന്നു നോക്ക്. ഇതൊക്കെ വിലമതിക്കാനാകാത്ത നിധികളാണ്. ഇത്രയും സ്വത്തുക്കൾ ഒരാൾക്കുണ്ടാകണമെങ്കിൽ അയാൾ രാജവംശത്തിൽ പിറന്നിരിക്കണം. ഇനി അങ്ങനെ ജനിച്ചാൽ തന്നെ 7-8 തലമുറയിലുള്ളവർ ശേഖരിച്ചു വെച്ചാൽ മാത്രമേ ഇത്രയധികം സ്വത്തുക്കൾ ഉണ്ടാകൂ. എന്നാൽ നിന്റെ അച്ഛനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് നേടിയ സ്വത്തുക്കളാണിതൊക്കെ. ഒരായുഷ്കാലം കൊണ്ട് ഇത്രയധികം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാലചക്രം മാത്രമാണ്. മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകണം, ഐശ്വര്യത്തോടുകൂടി ജീവിക്കണം. ആ ഐശ്വര്യം നമുക്ക് നേടിയെടുക്കാനുള്ള വഴിയാണ് കാലചക്രം. ഒരു മനുഷ്യൻ സൗഭാഗ്യം തേടി പോകുന്നത് തെറ്റല്ല. അങ്ങനെ ഒരു സൗഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛൻ കാലചക്രങ്ങൾ കാട്ടമ്മയുടെ ക്ഷേത്രത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നത്. നിന്റെ അച്ഛൻ കാലചക്രങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് സ്വത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, നിന്റെ സൗഭാഗ്യങ്ങളെ ഓർത്തിട്ടായിരുന്നു വരുൺ. നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം അറിയിക്കാനാ ഇത്രയും സ്വത്ത് ശേഖരിച്ചു വെച്ചത്. നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹം എന്തായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒരു ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ അച്ഛൻ നന്ദിനി നിന്നെ ഒന്നും ചെയ്യരുതെന്ന് കരുതിയിട്ടാ ആപത്ഘട്ടത്തിലും നിന്റെ അടുത്തെത്തിയത്. അപ്പോ അദ്ദേഹത്തിന് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അയ്യോ മോനെ, അരുൺ! കാട്ടമ്മയുടെ കാൽച്ചുവട്ടിലെ കാലചക്രങ്ങൾ മോഷിച്ചതിനുള്ള ശിക്ഷയാണിത്. രാജശേഖര, ഇതെന്റെ അമ്മയെ എന്നിൽ നിന്ന് അകറ്റി മരണത്തിലേക്ക് തള്ളിവിട്ടതിനുള്ള ശിക്ഷ. രാജശേഖര, നിനക്ക് വേണ്ടിയാ നിന്റെ അച്ഛൻ ജീവൻ ഉപേക്ഷിച്ചത്. നിന്റെ അച്ഛനെ കൊന്ന നന്ദിനിയെ കൊല്ലാൻ ഈ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവിന്റെ അച്ഛനെ കൊന്ന നന്ദിനിയോട് പകവീട്ടാൻ, അവളെ ഉന്മൂലനം ചെയ്യാൻ ഗംഗ ശപഥമെടുത്തിരിക്കുന്നു. എന്നാ നീ എന്തോ സൽപ്രവൃത്തി ചെയ്യും പോലെ നന്ദിനിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതാണോ അരുൺ നിനക്ക് നിന്റെ അച്ഛനോടുള്ള സ്നേഹം? നമ്മളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവർ ശത്രുക്കളാൽ കൊല്ലപ്പെടുമ്പോൾ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാനായിട്ട് ശത്രുക്കളെ കൊന്നൊടുക്കുകയാണ് വേണ്ടത്. നീ ഇതൊന്നും കാണാതെ നന്ദിനി ഇങ്ങനെ സഹായിക്കാൻ നിന്നാൽ നിന്റെ അച്ഛന്റെ ആത്മാവിന് എങ്ങനെ ശാന്തി ലഭിക്കും?
കൂടെയുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട കടമകൾ എപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാം. എന്നാൽ കൂടെ ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കടമകൾ അവർ പോരാടിയ കാര്യങ്ങൾക്കായി പോരാടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാനാകൂ. നിന്റെ അച്ഛൻ നന്ദിനിയെ എതിർത്ത് നീണ്ട 20 വർഷങ്ങളാണ് പോരാടിയത്. നിന്റെ അച്ഛൻ നിനക്ക് ചെയ്തതിനൊക്കെയും നിനക്ക് നന്ദി കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നന്ദിനിയെ പോരാടി തോൽപ്പിക്കുന്ന ഒരൊറ്റ വിഷയം കൊണ്ട് മാത്രമേ സാധിക്കാനാകൂ. നിന്റെ അച്ഛൻ നന്ദിനിയെ കൊല്ലണം എന്ന് കരുതി അതിന് സാധിക്കാതെ ജീവൻ വെടിഞ്ഞത് നീ ഓർക്കണം. നീ നിന്റെ അച്ഛനെ ബഹുമാനിക്കുന്ന മകനാണെങ്കിൽ നന്ദിനിയെ കൊന്ന് നിന്റെ അച്ഛനോടുള്ള സ്നേഹം നീ തെളിയിച്ചു കാണിക്കാരുൺ. നിന്നോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ പോകുന്നു. എന്നാൽ നിനക്കെന്തെങ്കിലും ആപത്താണെന്നറിഞ്ഞാൽ ഞാൻ എവിടെയാണെങ്കിലും ആ നിമിഷം ഇവിടെ എത്തും. പ്രിയപ്പെട്ട മോനെ, നീ ഇത് വായിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. നിനക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു കൂട്ടിയ നിധികളെല്ലാം ഈ അറയിലുണ്ട്. ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ള ഈ അച്ഛൻ്റെ സമ്മാനങ്ങളാ. പക്ഷെ ഒരു കാര്യം നീ മറന്നു പോകരുത്. അച്ഛൻ ഈ കണ്ട സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം കാട്ടമ്മയുടെ ക്ഷേത്രത്തിൽ നിന്നെടുത്ത ആ കാലചക്രങ്ങളാണ്. എന്നെ നീ എത്രമാത്രം ബഹുമാനിക്കുന്നോ അതുപോലെ തന്നെ കാലചക്രത്തെയും നീ ബഹുമാനിക്കണം. മരണമടഞ്ഞാലും കാലചക്രത്തിന്റെ രൂപത്തിൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആ കാലചക്രങ്ങൾ സ്വന്തമാക്കാൻ നന്ദിനി ശ്രമിക്കുന്നുണ്ട്. അവൾക്കൊരിക്കലും അത് വിട്ടുകൊടുക്കാൻ പാടില്ല. എനിക്ക് വേണ്ടി നീ അത് കാത്തു സൂക്ഷിക്കണം. കാലചക്രങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ്. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കരുതി കാലചക്രങ്ങളെ സംരക്ഷിക്കാൻ നീ വേണ്ടത് ചെയ്യണം എന്ന് നിന്റെ അച്ഛൻ രാജശേഖരൻ.